എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. പാട്ട് ദേഷ്യം വരാറുണ്ടോ? പിന്നെന്താ പറ്റില്ലേ, പക്ഷെ അത് കാണിക്കാറില്ലെന്നേ ഉള്ളൂ. ഭയങ്കര അതാണ് എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം. ലാലേട്ടൻ ദേഷ്യം വരുന്നില്ല ഇത്രയൊക്കെ ഒരാള് കാണിച്ചിട്ട് എങ്ങനെയാ ഇത് ദേഷ്യം പറഞ്ഞപ്പോ വരുന്നത്? തന്നെ എനിക്ക് ദേഷ്യം വന്നു. അത്രയും വേണോ സാർ? വേണം. ഇപ്പൊ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, ഒരാളെ ഒരു പില്ലോ എടുത്തെറിഞ്ഞു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. എറിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, അത് ശരിക്കും അയാളുടെ മുഖത്ത് കൊള്ളാം, അയാളുടെ ദേഹത്ത് കൊള്ളാം. ആ ഒരു ചെറിയ പില്ലോ മതി, അയാൾ ചിലപ്പോൾ താഴെ വീഴാം. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. ലാലേട്ടനെ ഒരു കണ്ടസ്റ്റന്റ് അല്ല, അല്ലാതെ തന്നെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കാൻ പറഞ്ഞ ബിഗ് ബോസ് വിളിച്ച ലാലേട്ടൻ എടുക്കുമോ? ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. എന്തായിരിക്കും ലാലേട്ടന്റെ സ്ട്രാറ്റജി? എന്ത് കാർഡായിരിക്കും? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നമുക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത്, അതുകൊണ്ട് പോകാൻ താല്പര്യമില്ല. എന്റെ അമ്മയെ നാട്ടിച്ച്. ഈ സീസൺ മൊത്തം സർപ്രൈസ് ആണ്. ഏഴിന്റെ പണി, പണിപ്പുര, വീട് എല്ലാം സർപ്രൈസ് ആണ്. അപ്പം എന്തായിരിക്കും ഓണം സർപ്രൈസ്? ഞാൻ തുറന്നു പറയാം, സർപ്രൈസുകള് ആ സമയത്തല്ലേ, അല്ലെങ്കിൽ അതിന്റെ എക്സൈറ്റ്മെന്റ് പോവില്ലേ? സൂപ്പർ. ലാലേട്ടന്റെ ഓണം പ്ലാൻസ് എന്താ? ഓണം സർപ്രൈസ് അതും സർപ്രൈസ് പറഞ്ഞാൽ രസം പോവില്ലേ?